നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ നിന്നുള്ള ഹൃദയം തകർക്കുന്ന വാർത്തകളാണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കുവൈറ്റിലെ പ്രവാസികൾ സ്വന്തം നാട്ടുകാരെ എത്രത്തോളമാണ് ചേർത്ത് പിടിക്കുന്നത് എന്ന് കാണിക്കുന്നതിനാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ മെയ് മാസം അവസാനം തിരുവല്ല മീഡിയയെ തേടി ഒരു ഫോൺ കോൾ എത്തി. കുവൈറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരമാണ്. നിങ്ങൾ സ്കൂൾ കിറ്റ് കൊടുക്കുന്ന വിവരം അറിഞ്ഞു. ഞങ്ങളുടെ വകയായി കുറെ സ്കൂൾ കിറ്റ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ജൂൺ മാസം 3-ാം തീയതി വൈകുന്നേരം കുവൈറ്റ് പ്രവാസി അസോസിയേഷന്റെ മറ്റൊരു ചുമതലക്കാരനായ റജി കോരുതിന്റെ ഭവനത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് സ്കൂൾ കിറ്റുകൾ തിരുവല്ല മീഡിയയ്ക്ക് കൈമാറി. തിരുവല്ലയിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് അവ നൽകാനും നിർദ്ദേശിച്ചു. ചില സുമനസ്സുകൾ നൽകിയ കിറ്റുകൾക്കൊപ്പം കുവൈറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷനും കൈമറന്ന് സ്വാതന്ത്ര്യമേകിയപ്പോൾ സഹായമായത് തിരുവല്ലയിലെ നിരവധി മാതാപിതാക്കൾക്കാണ്. അങ്ങനെ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ 11 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും തിരുവല്ല മീഡിയയുടെ സ്കൂൾ കിറ്റുകൾ എത്തി. തിരുവല്ല മീഡിയയുടെ പ്രതിനിധികൾ കുഞ്ഞുങ്ങളുടെ വീട്ടിലെത്തി സമ്മാനം നൽകുന്നത് പോലെ കിറ്റുകൾ കൈമാറി. ഒരു പൊതുപരിപാടി വെച്ച് കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ കൈമാറുന്നത് അനുചിതമാണെന്ന് തോന്നിയതുകൊണ്ടാണ് സ്കൂൾ കിറ്റ് വിതരണത്തിന് തിരുവല്ല മീഡിയയെ തെരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം, രക്ഷാധികാരി എബി വാരിക്കാട്, റജി കോരുത്, മനോജ് ചോതറ, പ്രദീപ് ജോസഫ്, സുജൻ ഇടപ്രാൽ, ലീന റജി, ഷേർലി പ്രദീപ് എന്നിവർ പ്രസ്തുത യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അടുത്തുതന്നെ ഡയാലിസിസ് കിറ്റുകളും വീൽ ചെയറുകളും വിതരണം ചെയ്യുന്ന കാര്യവും ഭാരവാഹികൾ അറിയിച്ചു. അതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. പ്രവാസികൾ എന്നും നാടിനെ ചേർത്ത് പിടിക്കുന്നവരാണ്. പ്രവാസികളുടെ നന്മ പല ഘട്ടങ്ങളിലും നമ്മൾ തിരിച്ചറിഞ്ഞവരാണ്. പ്രത്യേകിച്ച് കുവൈറ്റിലെ പ്രവാസികളെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. കുവൈറ്റിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നേരിട്ട ദുരന്തത്തിൽ തിരുവല്ല മീഡിയയും ഈ നാട്ടുകാരും അഗാധമായി ദുഃഖിക്കുന്നു. ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.